വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കാനുള്ള നീക്കം ദയനീയമായി പരാജയപ്പെട്ട് മോദി സർക്കാർ. വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടെ വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടു. വനിതാ സംവരണത്തിന് പ്രതിപക്ഷം എതിരല്ലെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതാനുള്ള രാജ്യവിരുദ്ധ ബില്ലിനെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അതേസമയം പ്രതിപക്ഷം വനിതാ സംവരണത്തിനെതിരെന്നും രാജ്യത്തെ സ്ത്രീകൾ പ്രതിപക്ഷത്തിന് മാപ്പ് നൽകില്ലെന്നുമുള്ള പ്രചാരണത്തിലേക്കാണ് ബിജെപി കടന്നത്. വനിതാ സംവരണത്തിന്റെ പിറവിൽ മണ്ഡല പുനർനിർണയം കൊണ്ടുവന്ന ലോക്സഭാ സീറ്റുകൾ 850 വർദ്ധിപ്പിക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് എതിർത്തത്. 2 ദിവസത്തെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിലെ വോട്ടെടുപ്പിൽ മോദി സർക്കാർ പരാജയപ്പെട്ടത്. ബിൽ വനിതാ ശാക്തീകരണത്തിനല്ലെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതാനുള്ള രാജ്യവിരുദ്ധ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം ഇല്ലാതാക്കാനാണ് നീക്കമെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. You are telling the South Indian states, you are telling the northeastern states, you are telling small states in India that in order for the BJP to remain in power, we are going to take away representation from you. This is nothing short of an anti-national act. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജാലവിദ്യക്കാരനെന്ന രാഹുൽ ഗാന്ധി വിളിച്ചത് ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിലേക്ക് നീങ്ങി. പ്രധാനമന്ത്രിയെ അപമാനിച്ച രാഹുൽ മാപ്പ് പറയണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിപക്ഷത്തെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചായിരുന്നു അമിത്ഷായുടെ മറുപടി പ്രസംഗം. പ്രതിപക്ഷം വനിതാ സംവരണത്തെ എതിർക്കുന്നുവെന്നും ഉത്തരേന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്നും അമിത്ഷാ ആരോപിച്ചു. രാഹുൽ ഗാന്ധി സഭയുടെ സമയം പാഴാക്കുന്ന ആളെന്നും സഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത രാഹുൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പഠിക്കണമെന്നും അമിത്ഷാ പരിഹസിച്ചു. आप महिलाओं को आरक्षण देने वाला एक पवित्र यज्ञ रूपी जो बिल है इसमें विरोध की हड्डियां डाल रहे हैं. इस देश की महिलाएं आपको माफ नहीं करेंगी. ചർച്ചയ്ക്ക് പിന്നാലെ നടന്ന വോട്ടെടുപ്പിൽ 298 അംഗങ്ങളാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 230 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. 3/2 ഭൂരിപക്ഷം കണ്ടെത്താൻ കഴിയാഞ്ഞതോടെ മോദി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച ഭരണഘടനാ ഭേദഗതി ബിൽ ദയനീയമായി പരാജയപ്പെട്ടു. പിന്നാലെ മണ്ഡല പുനർനിർണയ ബിൽ പിൻവലിക്കേണ്ടി വന്നു. कम से कम 2/3 बहुमत द्वारा पारित नहीं हुआ. अब इस संविधान संशोधन पर विधेयक पर आगे की कार्रवाई करना संभव नहीं है. അതേസമയം പ്രതിപക്ഷത്തിന് സ്ത്രീവിരുദ്ധതയാണെന്നും വനിതാ സംവരണം പരാജയപ്പെടുത്തിയ പ്രതിപക്ഷം സ്ത്രീ ശാക്തീകരണം ആഗ്രഹിക്കുന്നില്ലെന്നുമുള്ള പ്രചരണത്തിലേക്ക് കടക്കാനാണ് ബിജെപി തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.